നാളായി ഒന്ന് കണ്ടിട്ട്. ഞാൻ ഇച്ഛായനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നത് എന്തിനാന്ന് വിചാരിച്ചതാ. ദൈവാനുഗ്രഹം കൊണ്ട് നീ നല്ലൊരു സ്ഥലത്ത്. അപ്പൊ ഇനി എന്നെ അന്വേഷിക്കേണ്ടെന്നായിരിക്കും. അതല്ല, ജോണിയോട് കമ്പനിയിൽ പോയി ഇച്ഛായനിരിക്കും. ഞാൻ അമ്മയെ വിളിക്കാം. എനിക്ക് വേണ്ടി കുറച്ചു ദിവസം കൂടെ കാക്കാൻ നിനക്ക് ക്ഷമയുണ്ടായില്ല. ഞങ്ങൾ സാധുക്കളാ മോനെ. ഒരു നല്ല കാര്യം വന്നു, അത് പത്മിനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായി, അത് നടന്നു. ഞാൻ വെറും ഒരു ബന്ധു. പത്മിനിക്ക് ഇതെങ്ങനെ സാധിച്ചു? അവൾ ഒത്തിരി കരഞ്ഞു പറഞ്ഞു. പിന്നെ അവൾ ഒരു പെണ്ണല്ലേ, അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കെങ്കിലും എന്നെ സഹായിക്കാമായിരുന്നു. നിങ്ങളിപ്പോ പീലാത്തോസിനെ പോലെ കൈകഴുകയാണ്. ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ജെയിംസ്. ജെയിംസ് ഇവിടെ? ഇവിടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്. എന്റെ സുഹൃത്തിന്റെ വീട്. ഞാനിപ്പോ ഇവിടെയാ. അത് വേണ്ടായിരുന്നു മോനെ. ആഹാ, നിങ്ങൾ തമ്മിൽ അറിയോ? വരും. തോമസിനിരിക്കും. വരും. ജെയിംസിനെ തോമാസിനെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അയലോക്കമായിരുന്നില്ലേ? തോമാസിന്റെ വീട്ടിൽ നിന്നല്ലേ പത്മിനി പഠിച്ചത്? അതെ 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 അതെ. പക്ഷെ പത്മിനി ഹൈസ്കൂളിലും ജെയിംസ് കോളേജിലുമായിരുന്നു. ഞങ്ങൾ ജെയിംസിന്റെ കാര്യം പറയുകയായിരുന്നു. നിങ്ങൾ അയൽവക്കമാണല്ലോ. അമ്മായിക്കൊക്കെ സുഖമല്ലേ? ആ, ഒരു വിധത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ജാൻസി കോളേജ് അയച്ചില്ലല്ലേ? എങ്ങനെ അയക്കാനാ മോളെ? ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞു കൂടാൻ പാങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടെന്തിനാ? പഠിച്ച ആമ്പിള്ളേർക്ക് തന്നെ ജോലിയില്ല. ശരിയാ. ജോണി വരാൻ വൈകുമല്ലേ? ഒന്ന് കണ്ടേച്ചു പോകായിരുന്നു. പത്നി, ജോണിക്കൊന്ന് ഫോൺ ചെയ്യും. അല്ലെങ്കിൽ തോമാസിന് ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഇച്ചായി നാളെ പോയാ മതി. അയ്യോ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തണം. മോള് ജോണി ഒന്ന് വിളിച്ചേ. ഹലോ പത്മിനി. നീ പറയും മുമ്പേ ഞാൻ പോകണമായിരുന്നു. ഇപ്പോഴും അവൻ എന്നെ വിടുന്നില്ല. ദയവായി എന്നോട് ക്ഷമിക്കൂ. എനിക്ക് കുറച്ച് ദിവസം കൂടെ തരൂ. നോ, ദിസ് ഇസ് റോങ് നമ്പർ. ആരാ മോളെ? എവിടെയോ തീ പിടിച്ചു. ഇത് ഫയർ സ്റ്റേഷൻ ആണോ എന്ന്? എങ്ങാണ്ടോ തീ പിടിച്ചോ, ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്റെ കണ്ണ് വല്ലാതെ ചുവന്നിരിക്കുന്നു. കരഞ്ഞതല്ല, നല്ല തലവേദന. എന്നിട്ട് വല്ല അനാഥന ആസ്പത്രി കഴിക്കാമായിരുന്നില്ലേ? ഇവിടെ അമ്മയില്ലേ? അച്ഛനില്ലേ? നീ എന്താണ് ഒരുമാതിരി ഒരു ബന്ധമില്ലാത്ത പോലെ? അച്ഛനെ അച്ഛനെ ഇപ്പൊ അല്പം കുറവുണ്ട്. അച്ഛനെ, അവിടെ അനാഥന ആസ്പത്രി കാണും. കൊടുത്തിട്ടോ? എന്തിനാടാ അവരെല്ലാം ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്കൊരു അസുഖം വന്നാൽ നിന്റെ അമ്മയും സഹോദരിയും ഒന്നും നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ലേ? അച്ഛനെ, ഇങ്ങോട്ട് കൊടുക്ക്. ഞാൻ കഴിച്ചോളാം, അവിടെ വെച്ചാൽ മതി. വേണ്ട, ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഊണ് വിളമ്പി വെച്ചിരിക്കുന്നു. എടാ, കഴിച്ചിട്ട് വാ, നമുക്ക് ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് നല്ല വിശപ്പില്ല. അമ്മേ, ഞാനിപ്പോ വിശന്ന് ചാവും. എത്ര നേരമായി? ജോണിച്ചാലും പത്മിനി ചേച്ചി എവിടെ? അവരിപ്പോ വരും. ആ വന്നു. നീ ജെയിംസിനെ വിളിച്ചില്ലേ? അവന് നല്ല തലവേദന. പത്മിനി, അവന് കുറച്ച് നല്ല ചായയും ബിസ്ക്കറ്റും കൊണ്ടേ കൊടുക്കും.
വേലക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതിയായിരുന്നു. അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. എനിക്കതാണ് ഇഷ്ടം. ഞാൻ അനുസരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ജെയിംസിന്റെ ഇഷ്ടമല്ല എന്റെയും ഇഷ്ടം. അതൊരു പഴഞ്ചൻ ഏർപ്പാടാണ്. നമ്മൾ പുതിയ ആളുകളല്ലേ. എനിക്ക് എന്റെ ഇഷ്ടവും പത്മിനിക്ക് പത്മിനിയുടെ ഇഷ്ടവും ഉണ്ടാകണം. വേണ്ട, നമുക്ക് ആ പഴഞ്ഞ ഏർപ്പാട് മതി. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം ഒന്നാവുന്നല്ലേ നല്ലത്. ലിസിയും ജെയിംസുമായുള്ള കല്യാണക്കാരി എന്തായി? അവനൊന്ന് വഴിക്ക് വന്ന് കിട്ടണ്ടേ? ലിസിക്ക് വിരോധമൊന്നുമില്ല. ആ, എങ്ങനെയെങ്കിലും ഞാനൊന്ന് വഴിക്ക് കൊണ്ടുവരും, അത് തീർച്ച. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ ജെയിംസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? കഷ്ടമായിപ്പോയി. ലിസിയുടെ കാര്യവും കൊഴിയുകയാണെങ്കിൽ അടുത്ത സ്ഥാനാർത്ഥിയെ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. എന്തോ അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അമ്മയ്ക്ക് അവനെ അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ഇത് കേട്ടാ തോന്നും ജോണിച്ചാൻ മൂപ്പരെ നല്ലവണ്ണം അറിയാമെന്ന്. ആർക്കാരെയാണ് മോനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുക? അവനെ എനിക്ക് നന്നായി അറിയാം. കേട്ടോ മോളെ, നിന്റെ ഭർത്താവ് മണ്ടത്തരം പറയുന്നു. നിന്നേക്കാളും 10-20 വർഷം കൂടുതൽ ജീവിച്ചവളല്ലേ ഞാന്. അമ്മ പറയുന്നതായിരിക്കും ശരിയാകാൻ എളുപ്പം, അല്ലേ മോളെ? പ്രായം കൊണ്ടാണ് ബുദ്ധി ഇളക്കുന്നതെങ്കിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തെറ്റി വീട്ടിലെ മുത്തിയമ്മേ വിളിക്കാം. ഓടിയിടുന്നു. അവന് കുട്ടികളുണ്ടാവില്ലെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, അതാണ് കാരണമെങ്കിൽ അമ്മ വിശ്വസിക്കരുത്. അവൻ കള്ളം പറയുകയാണ്. ആരാ കള്ളം പറയുന്നതെന്ന് ആർക്കറിയാം മോനെ? ഏതായാലും നമുക്ക് ഈ വിവാഹം വേണ്ട.